അതാ നമ്മുടെ അമ്മൂസ് ആ ഇറക്കം ഇറങ്ങി കേറി വരുന്നുണ്ട്. ആ പോട്ടെ അങ്ങട്. ആ ബാ എന്നാ ഇങ്ങോട്ട് നോക്കും. ഈ ചക്കുപ്പി അവിടെ നിൽക്കണം. പോയില്ലോ. ഞങ്ങൾ നടന്നു പോണ കൈസ്. അമ്മൂസിന് വണ്ടി ഓടിക്കാൻ കൊടുത്താണ് കൈസ്. ആ എടുത്തോ നീ. അമ്മൂസിന് വണ്ടി ഓടിക്കാൻ കൊടുത്താണ് കൈസ്. ഞങ്ങൾ ആ കയറ്റം മൊത്തം ലാസ്റ്റ് കയറിയിട്ടുണ്ട്. ഞങ്ങളെ കയറ്റാതെ തന്നെ നടന്ന് കയറി പോകുന്നു. എന്നാ പിന്നെ ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോട്ടെ ഗൈസ്. പാട്ടി ഞങ്ങളെ കയറ്റാതെ വീണ്ടും പോയി ഗൈസ്. നിൽക്കണേ അവിടെ കൊണ്ട് നിർത്തും. ഞങ്ങൾ അടുത്ത് വരുമ്പോഴത്തേക്ക് വീണ്ടും വണ്ടി എടുത്തു. ഇനി എൻ്റെ അടുത്തും കിട്ടുവേ. ചക്കോ വണ്ടി പിടിക്കില്ല കേട്ടോ. വണ്ടി മുന്നോട്ട് എടുക്കണേ വീട് നീ. ഓക്കെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ എന്തേലും കിട്ടൂടി. ഞങ്ങൾ കയറാൻ വരുമ്പോൾ പറ്റിച്ചിട്ട് പോവാം. ചക്കോ വണ്ടി സൈഡ് മാറും. ഇപ്പോൾ 1 കിലോമീറ്റർ നടന്നു തോന്നുന്നു ഗൈസ്. നടന്ന് ഉപ്പാടായി. ഓടണ്ട പയ്യെ നടന്നു പോയാൽ മതി. നമ്മളെ പറ്റിക്കാനാ. ചക്കു ഈ കാണ്ടോ നീ. എൻ്റെ കാണ്ട് ആ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊരു കയറ്റം വരുന്നു. 1 കിലോമീറ്റർ ഉണ്ടായിരുന്നത്. ഞങ്ങൾ കയറാൻ വരും. അവളെ വണ്ടി കിട്ടു. ഇനി എൻ്റെ കയ്യിലും കിട്ടും. നീ ഓർത്ത് വെച്ചോ. എന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരിയേ നീങ്ങിട്ടേ ഉള്ളൂ. ഇങ്ങനൊന്നും പോയിട്ടില്ല. ഒരു വീട്ടിന് കാവലായിട്ട് എത്ര പട്ടിയാന്ന് നോക്കി കിടക്കുന്നു. 6-7 ഞങ്ങൾ ഇപ്പം ബെന്നാറുകട്ടെ കാട്ടിക്കൂടെ പോയിക്കൊണ്ടിരിക്കണ കൈസ്. അല്ല ബെന്നാറുകട്ടെ കാട്ടിക്കൂടെ പോവാണ് കൈസ്. ഈ കാടിനകത്തൂടെ പോകുമ്പോഴാണ് നമ്മുടെ അയ്യപ്പൻ അമ്പലം ഉള്ളത്. വീഡിയോ എടുക്കുന്ന എല്ലാവരും തിരിഞ്ഞു നോക്കുന്നുണ്ട്. വലിയായിട്ട് അങ്ങനെ വണ്ടിയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് പോകുന്നത്. വലിയ ബസ് റൂട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. വല്ലപ്പോഴെങ്ങാണ് പറഞ്ഞ പോയാലേ ഉള്ളത്. പക്ഷെ അമ്മച്ചി അവിടെ ബസ് പറയാൻ തോന്നിക്കുന്നു. അയ്യോ ഇതെന്തോ ഈ ഫ്രണ്ടിൽ പോണേ. എന്റെ അമ്മോ എന്തൊരു സൈസപ്പാ. ചെമ്മരിയാണോ അതിനകത്ത്. കണ്ട കാശ് ഇതാണ് ഞങ്ങൾ പോകുന്ന വഴിയിലൊന്നും വലിയ ആളൊന്നുമില്ല. അവിടെ ഒരു വലിയ കമ്പുണ്ട് ഗൈസ്. അതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കടയിൽ വന്നു. ഇപ്പം മേടിച്ചിരിക്കുന്ന ഐറ്റം ഇപ്പം കാണിക്കാം. ഇതിൻ്റെ പേര് ഉണ്ണിയപ്പം പോലെയൊക്കെ ആയിരിക്കും സാധനം. പക്ഷെ ഉണ്ണിയപ്പം അല്ല. ഇതിൻ്റെ പേര് എന്താ പടു ബട്ടർ പടു. പിന്നെന്താ അമ്മൂസ് ലെമൺ റൈസ് മേടിച്ചു. പിന്നെ ഒരു ഉണ്ണിയും പക്കോട മേടിച്ചു. ചക്കപ്പിക്ക് ഇഡ്ഡലി വേണം. പക്ഷേ ഇഡ്ഡലി വേണ്ടാന്ന് പറഞ്ഞു. ലാസ്റ്റിൽ പടുവിലായി. അങ്ങനെ ഞങ്ങൾ ഇത് കഴിക്കാൻ പോണ കഴിച്ച് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരാമേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡിന് വേണ്ടിയിട്ട് മുത്തശ്ശൻ എന്ന റെസ്റ്റോറൻറ്റിൽ വന്നു. ഇപ്പം അമ്മൂസ് മീൽസ് പറഞ്ഞു. മീൽസിൻ്റെ കൂട്ടത്തിൽ ചമ്മന്തി വന്നു, മീൻ വന്നു, കക്ക വന്നു. ഇനി എന്തൊക്കെ വരാൻ കിടക്കുന്നു. ഇവിടെ ഉണ്ടല്ലോ. കണ്ടോ ഗൈസ് കുറേ സാധനം വന്നു. അച്ചാറ്, പച്ചടി, പയറുതോരൻ, അവിയൽ, പപ്പടം, മോര്. ഇതിപ്പോൾ സദ്യയല്ലോ മീൽസ് എന്ന് പറഞ്ഞിട്ട്. ഗൈസ് എനിക്കുള്ള കുത്തോറോട്ടം മാത്രം വന്നില്ല ഗൈസ്. അങ്ങനെ ഞങ്ങള് കടയിലൊക്കെ പോയി കഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോ ഭയങ്കര മഴ. ഇവിടെ ഒരു അമ്മയും മോനും കൂടെ തന്നെ ഇവിടെ ചിറാപ്പുഞ്ചി കളിച്ചോണ്ടിരിക്കുന്നു. അതുകൊണ്ട് 2 പോയി നിൽക്കുന്നുണ്ടോ. അതൊരു വണ്ടി വരുന്നുണ്ടോ കേട്ടോ. അതിന് വേണ്ടി അവിടെ നോക്കി നിൽക്കുക. ഇവിടെ മഴയത്ത് നിന്ന് കുന്തളിക്ക് വരണ്ടോ. ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ വട്ട് കാണിക്കാറുള്ളയാ. ഇടയ്ക്ക് ഭയങ്കര മഴ വരുമ്പോഴത്തേക്ക് സ്കൂട്ടർ എടുത്തോണ്ട് പോകും. കോട്ട് ഇട്ടുണ്ട്. ഈ ഇവിടെ ആണെങ്കിൽ വലിയ വണ്ടി ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഇങ്ങോട്ട് വന്നേ. ഞങ്ങൾ അതിലെല്ലാം കറങ്ങി തിരിഞ്ഞ് റോഡ് ഫുള്ള് ചള്ളയായിരുന്നു. ചള്ളയെല്ലാം അടിച്ചടിച്ച് ഇവിടെ വന്നതാ. അപ്പൊ ഇവിടെ അമ്മയും മോനും കൂടെ ഇന്ന് ഭയങ്കര കളി. എന്തോ നിൽക്കുവാ പോവാൻ വീട്ടില്. ആണ്ട് ഇവിടെ കിടന്ന് കാര്യമെന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഗൈസ് അങ്ങനെ നമ്മുടെ ചെറുക്കൻ തന്നെ ഇവിടെ മഴയത്തിരുന്ന് നനയാണ് ഗൈസ് റോഡിൽ. അമ്മയും മോനും കൂടെ തോണ്ട് പോയേക്കുന്നു കളിക്കാനായിട്ട്. 2 കൂടെ പൊഴിഞ്ഞ വെള്ളത്തിൽ കളി ഇവിടെ കിടന്നത്.
ഞങ്ങൾ വീട്ടിൽ പോകാൻ തുടങ്ങിയാണ്. അപ്പോഴാണ് ഭയങ്കര മഴ പെയ്തത്. അപ്പോൾ അമ്മയ്ക്കും മോനും കൂടെ എന്നെ വീട്ടിൽ കയറ്റാതെ റെയിൻകോട്ട് പിടിച്ചുകൊണ്ട് വീണ്ടും അപ്പോൾ വണ്ടി അങ്ങനെ ഞങ്ങൾ വീണ്ടും പഠിക്കാൻ ചെന്നപ്പോഴത്തേക്ക് വീണ്ടും മഴ പെയ്ത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ ഒരു 7-8 കിലോമീറ്റർ ഇപ്പുറത്ത് വന്ന് നിൽക്കുമോ ഞങ്ങൾ. മഴ കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഈ ചെറുക്കനല്ലേ സമ്മതിക്കത്തില്ല. രണ്ടെണ്ണം കൊണ്ട് ഓടിച്ചാടി നടക്കുക. ഞാൻ വെള്ളം തെറിക്കുന്നതാ. എൻ്റെ കൈ കുടയുള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നില്ല. ഞാൻ എടുക്കൂലായിരുന്നു. ഇന്നലെ എന്തോ ഭാഗ്യത്തിന് സർവീസ് സെൻറ്ററിൽ പോയില്ലേ, അപ്പോഴത്തെ ഞങ്ങളൊരു കുട എടുത്തിനകത്ത് ഇട്ടായിരുന്നു. അതിപ്പോൾ ഭാഗ്യമായി. അതുകൊണ്ടൊരു വീഡിയോ എടുക്കാൻ പറ്റും. ഇല്ലാന്ന് മഴയത്ത് ഞങ്ങൾ എങ്ങനെ വീഡിയോ എടുത്തേനെ. പിന്നെ 3 ചെറിയ മഴക്കോട്ട് കൂടെ ഉള്ളതുകൊണ്ട് അതിനേക്കാളും കാര്യമായി. പക്ഷെ അമ്മുൻ്റെ കോട്ട ഇപ്പോൾ കയറിയപ്പോൾ സ്കൂട്ടറെ കയറിയപ്പോൾ ചെറുതായിട്ട് ഇച്ചിരി കീറി. ഞാൻ വേറൊരെണ്ണം മേടിക്കണം. ഇതാകുമ്പം പെട്ടെന്ന് തലകൂടെ മണ്ടക്കൂടെ കയറ്റിയിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ പോയി മേടിച്ചത് 3. ഇവിടെ അങ്ങനെ വലിയായിട്ട് വണ്ടിയൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ പേടിക്കണ്ട. മഴയൊക്കെ തോറുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം ഗൈസ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞുകൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നല്ലൊരു വീഡിയോ മറ്റേ നാളെ കാണാം. ഇവിടെ 2 ലവ് ബേർഡ്സ് ആണെങ്കിൽ ഒരു ജ്യൂസിൽ നിന്ന് 2 സ്ട്രോ ഇട്ട് കുടിക്കുന്ന കണ്ടോ ഗൈസ്. ഈ 2 ലവ് ബേർഡ്സിനെ ഞാൻ എന്ത് ചെയ്യണം ഗൈസ്? എന്റെ സ്ട്രോ ഇട്ട് കുടിക്കാൻ ആരുമില്ല. നോക്ക്, ചക്കു എനിക്ക് തോന്നുന്നു അതിനകത്തോട് കുറച്ച് തുപ്പുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അത് ചക്കു വായിലെടുത്തിട്ട് പിന്നെ തുപ്പിടുവാണോ എന്നൊരു സംശയം. ഞങ്ങൾ മഴയത്ത് കറങ്ങി വന്ന ഒരു മോജിറ്റോ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ഇടയ്ക്ക് വരുന്ന കടയാണ് കേട്ടോ ഇവിടെ. ജസ്റ്റ് ഇതൊരു ചുമ്മാ ചെറിയ ഐറ്റംസ് ഒക്കെ കിട്ടും. ഇവിടുത്തെ മോജിറ്റോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലൂബെറി മോജിറ്റോ അത് കുടിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ ഭയങ്കര മഴ കേട്ടോ പുറത്ത്. ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നു. ഇവിടെ ഒരുത്തന്നെ ഇരുന്ന് വൃത്തികേട് കാണിക്കുവാണ് ഗൈസ്. കൊച്ചിനേക്കാളും കഷ്ടം വലിയത്. അപ്പൊ ഇനിയും പോട്ടെ. മഴ നനഞ്ഞ് കുറച്ചുകൂടെ എന്റെ ഞാൻ തീർത്ത് ഇച്ചിരേ ഉള്ളൂ. അപ്പൊ ഇനി പോട്ട് ഗൈസ്. ഞങ്ങൾ ഇനി മഴ നനഞ്ഞ് ഇനി വീട്ടിൽ പോട്ടെ.